MDMA കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും MDMAയുമായി പിടിയിൽ. ശ്രീകണ്ഠപുരം സ്വദേശി ഷബീറാണ് പിടിയിലായത്. വീട് കേന്ദ്രീകരിച്ചാണ് ഷബീർ ലഹരി കച്ചവടം നടത്തിയത്. നിഖിലാണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, എങ്ങനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്? സ്വാതി, ഈ ഷബീറിനെതിരെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് കണ്ണൂർ സിറ്റി ഒപ്പം തന്നെ കണ്ണൂർ റൂറൽ ഡാൻസ് ഓഫ് ടീം സംയുക്തമായി ഇയാളുടെ വീട് റെയ്ഡ് ചെയ്യുന്നത്. ഈ വീട് റെയ്ഡ് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 30 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടിയത്. വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ ഹോം തിയേറ്റർ സജ്ജമാക്കിയ മുറിക്കകത്ത് അവിടെ ഒരു സോഫയിൽ കവറുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ പിടികൂടിയ 30 ഗ്രാം MDMA ഉണ്ടായിരുന്നത്. ഇയാൾ കണ്ണൂർ ജില്ലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണിയാണെന്നാണ് ഈ പോലീസ് പറയുന്നത്. ഇയാളാണ് ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കണ്ണൂരിലേക്ക് എത്തിച്ച് ചെറുകിട വിൽപ്പനക്കാർക്ക് നൽകുന്നത് എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോലീസിന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നുമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ അന്വേഷണത്തിൽ എത്തിയപ്പോഴും പോലീസിന് മനസ്സിലായ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾ ഈ ലഹരി വിൽപ്പന നടത്തിയിരുന്നത് ശ്രീകണ്ഠാപുരം ചെങ്ങളായിക്കടുത്തുള്ള വീട് കേന്ദ്രീകരിച്ചായിരുന്നു. ഈ വീട്ടിലേക്ക് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ എത്താതിരിക്കാൻ ഇയാൾ വലിയ ജാഗ്രത കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം വീടിന് ചുറ്റും കൂറ്റൻ മതില് പണിതു, മാത്രമല്ല വലിയ ഗേറ്റുകൾ സ്ഥാപിച്ചു, ചുറ്റും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഇത് കൂടാതെ വീട്ടിനകത്ത് നിരവധി പട്ടികളെ വളർത്തുകയും ചെയ്തു. അങ്ങനെ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ ഇയാൾ വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തി വരികയായിരുന്നു എന്നാണ് ഏതായാലും പോലീസ് പറയുന്നത്. ശരി നിഖിൽ, MDMA കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് ഇപ്പോൾ വീണ്ടും MDMAയുമായി പിടിയിലായിരിക്കുന്നത്.